ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും കുട്ടനാടൻ പുതിയൊരു എപ്പിസോഡിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം. ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് നല്ല നാടൻ കുരുമുളക് ഇട്ട് വരട്ടിയ ചിക്കൻ ലിവർ റോസ്റ്റ് ആണ്. വളരെ പെട്ടെന്ന് നമുക്ക് വളരെ ടേസ്റ്റി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്ന റെസിപ്പിയാണ്. പ്രത്യേകിച്ച് നമുക്ക് ഈ ഡിന്നറിൻ്റെ കൂടെ ഒക്കെ ചപ്പാത്തിക്ക് കഴിക്കാനായിട്ട് പറ്റിയ കോമ്പിനേഷനിലുള്ള റെസിപ്പിയാണ്. നിങ്ങൾ തീർച്ചയായും ട്രൈ ചെയ്ത് നോക്കുക, ഉറപ്പായിട്ടും ഇഷ്ടപ്പെടും. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. അപ്പോൾ അതിനുവേണ്ടി നമ്മളിവിടെ 1 കിലോ ചിക്കൻ്റെ ലിവറാണ് എടുത്തിരിക്കുന്നത്. ഇതെല്ലാം കൂടി നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെച്ചിരിക്കുന്നതാണ്. ഇത് നമ്മൾ വിനാഗറൊക്കെ ഇട്ടിട്ട് നന്നായിട്ട് കഴുകി വെച്ചിരിക്കുകയാണ്. 1 കിലോ ചിക്കൻ്റെ ലിവറിന് വേണ്ടിയിട്ട് ഞാനിവിടെ ഒരു 3 മീഡിയം സൈസ് സവാള ഞാനിതുകൂടി സ്ലൈസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അടുത്തതായി നമുക്ക് വേണ്ടത് പച്ചമുളകാണ്. ഞാനിവിടെ 2 പച്ചമുളക് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതോടൊപ്പം കുറച്ച് കറിവേപ്പില കൂടെ എടുത്തിട്ടുണ്ട്. ഇതോടൊപ്പം തന്നെ ഞാനൊരു 8 അല്ലി വെളുത്തുള്ളിയും ഒരു മീഡിയം സൈസ് ഇഞ്ചിയും കൂടെ നല്ലതുപോലെ ചതച്ച് വെച്ചിട്ടുണ്ട്. ഇതിന് വേണ്ടിയിട്ടുള്ള മസാലപ്പൊടികൾ എന്തൊക്കെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ എടുത്തിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി എടുത്തിട്ടുണ്ട്, 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല എടുത്തിട്ടുണ്ട്, അതോടൊപ്പം ഒരു 1/4 ടേബിൾ സ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി എടുത്തിട്ടുണ്ട്. കൂടാതെ ഒരു 1/2 ടേബിൾ സ്പൂൺ നല്ല ജീരകം പൊടിച്ചെടുത്തിട്ടുണ്ട്, 1/2 ടേബിൾ സ്പൂൺ പെപ്പർ പൗഡർ എടുത്തിട്ടുണ്ട്, ആവശ്യത്തിന് നാരങ്ങ നീര് എടുത്തിട്ടുണ്ട്. ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ ആണ് നാരങ്ങ നീര് എടുത്തിരിക്കുന്നത്. ആദ്യമായി നമ്മുടെ ചിക്കൻ ലിവർ ഒന്ന് മാറിനേറ്റ് ചെയ്യാം. അതിനുവേണ്ടി നമുക്ക് ഇതിലേക്ക് 1 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇടാം. അടുത്തതായി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന മല്ലിപ്പൊടി ഇട്ട് കൊടുക്കാം. 1 ടേബിൾ സ്പൂൺ ആണ് നമ്മൾ എടുത്തിരിക്കുന്നത്. മല്ലിപ്പൊടി ഇട്ടതിന് ശേഷം ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി കൂടി നമുക്കിപ്പോൾ ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം 1/2 ടേബിൾ സ്പൂൺ ഗരം മസാല കൂടി നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതോടൊപ്പം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതിൽ നിന്നും അതിൻ്റെ ഒരു ഹാഫ് നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതെല്ലാം ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് കൈ യൂസ് ചെയ്ത് നന്നായിട്ട് ഇതൊന്ന് മിക്സ് ചെയ്യാം. നമ്മൾ സ്പൂണൊന്നും യൂസ് ചെയ്ത് മിക്സ് ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. കാരണം നമ്മുടെ ഈ ലിവറൊക്കെ ഭയങ്കര സോഫ്റ്റ് ആയതുകൊണ്ട് നമ്മൾ സ്പൂണൊക്കെ യൂസ് ചെയ്ത് നമ്മളിത് മിക്സ് ചെയ്താൽ ഇതൊക്കെ മുറിഞ്ഞു പോകാനും പൊടിഞ്ഞു പോകാനും ഒക്കെ ഉള്ള ചാൻസ് ഉണ്ട്. അപ്പോൾ മാക്സിമം കൈ കൊണ്ട് തന്നെ നമുക്കിത് മിക്സ് ചെയ്ത് കൊടുക്കാം. നമുക്കിതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ സവാളയൊക്കെ വഴറ്റുന്ന സമയവും നമ്മൾ ഇതിലേക്ക് ഉപ്പിടുന്നുണ്ട്. അപ്പോൾ ഇപ്പോൾ നമുക്ക് ആവശ്യത്തിന് മാത്രം നമുക്ക് ഇപ്പോൾ ഇട്ട് കൊടുത്താൽ മതി. ഉപ്പ് കൂടെ ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് കൈ യൂസ് ചെയ്ത് തന്നെ നമുക്ക് ഒന്നുകൂടെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. ഇത് നമുക്ക് മിക്സ് ചെയ്തതിന് ശേഷം ഏകദേശം ഒരു 20 to 25 മിനിറ്റ് നമ്മളിതൊന്ന് മാറിനേറ്റ് ചെയ്യാനായിട്ട് വെക്കണം. എന്നാലും ഇതെല്ലാം കറക്റ്റായിട്ടൊന്ന് പിടിക്കത്തുള്ളൂ. ഇത് മാറിനേറ്റ് ചെയ്യാനായിട്ട് വെക്കുന്ന ആ സമയം കൊണ്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങൾ ചെയ്തെടുക്കാം. അതിനുവേണ്ടി നമുക്ക് ഇതുപോലെ ഒരു പാൻ വെക്കാം. പാൻ വെച്ചതിന് ശേഷം നന്നായി ചൂടായി കഴിയുമ്പോൾ ഇതിലേക്ക് ആവശ്യത്തിന് ഓയിൽ ഒഴിച്ചു കൊടുക്കാം. ഞാനിവിടെ ഏകദേശം ഒരു 3 ടേബിൾ സ്പൂൺ കുക്കിംഗ് ഓയിൽ സൺഫ്ലവർ ഓയിലാണ് ഒഴിച്ചിരിക്കുന്നത്. ഓയിൽ ചൂടായി കഴിയുമ്പോഴേക്ക് നമുക്ക് ബാക്കിയുള്ള നമ്മുടെ ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ചതച്ചത് അത് നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റി കൊടുക്കാം. അതായത് നമ്മുടെ ഈ ഇഞ്ചി വെളുത്തുള്ളിയുടെ ആ ഒരു പച്ചമണമൊക്കെ മാറുന്നിടം വരെ നമുക്ക് ഏകദേശം ഒരു 2 മിനിറ്റ് ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. ഒത്തിരി തീ കൂട്ടി വെക്കേണ്ട കാര്യമില്ല. ഒരു മീഡിയം ഫ്ലെയിമിലിട്ട് നമുക്കിത് ഫ്രൈ ചെയ്താൽ മതി. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ പച്ചമുളകും അതുപോലെ തന്നെ കറിവേപ്പിലയും കൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ഇട്ട് കൊടുക്കാം. അടുത്തതായി നമുക്ക് ഇതിലേക്ക് നമ്മൾ ചെറുതായിട്ട് അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ സവാള കൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. സവാള ആഡ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മൾ ഓൾറെഡി നമ്മുടെ ലിവറിൽ നമ്മൾ ഉപ്പിട്ടതാണ്. അപ്പോൾ അത് നിങ്ങളൊന്ന് ശ്രദ്ധിക്കണം. എന്നിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം. ഇത് നമുക്ക് ഒത്തിരി ഫ്രൈ ആക്കേണ്ട കാര്യമില്ല. നമുക്കിതൊന്ന് ജസ്റ്റ് ഒന്ന് വാടി കിട്ടിയാൽ മതി. ഏകദേശം നമ്മൾ ഇതുകൂട്ടൊന്ന് വാടി കഴിയുമ്പോഴേക്കും നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മൾ മാറിനേറ്റ് ചെയ്യാണ്ട് വെച്ചിരിക്കുന്ന നമ്മുടെ ലിവർ നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. അതായത് നമ്മുടെ ഈ സവാളയും നമ്മുടെ ചിക്കൻ്റെ ലിവറും എല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. നന്നായി മിക്സ് ആക്കിയതിന് ശേഷം നമുക്കിതൊരു 10 മിനിറ്റ് ലോ ഫ്ലെയിമിലിട്ട് ഒന്ന് വേവിച്ചെടുക്കാം. നമുക്ക് ഒത്തിരി ഓവറായിട്ട് കുക്ക് ചെയ്യാൻ പാടില്ല. നമ്മുടെ കരളൊക്കെ പെട്ടെന്ന് അങ്ങ് പൊടിഞ്ഞു പോകും. അപ്പോൾ ഇപ്പോൾ 10 മിനിറ്റ് കഴിഞ്ഞിരിക്കുകയാണ് നമ്മൾ ഓപ്പൺ ആക്കുകയാണ്. നമുക്കിത് വളരെ പതുക്കെ ഇതൊന്ന് ഇളക്കി കൊടുക്കാം. ഇത് നമ്മൾ ഓപ്പൺ ആക്കുമ്പോൾ തന്നെ നല്ലൊരു മണമൊക്കെ നമുക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. ഇത് നമുക്കൊരു 5 മിനിറ്റ് കൂടി ഇതൊട്ട് ഓപ്പൺ ആക്കി വെച്ച് നമുക്കൊന്ന് വഴറ്റിയെടുക്കാം. അതായത് ഇതിൻ്റെ ഈ ഗ്രേവിയൊക്കെ ഒന്ന് മാറി ഒന്ന് തിക്കാവണം. അപ്പോൾ ആ ഒരു സ്റ്റേജ് ആകുന്ന വരെ ജസ്റ്റ് ഒന്ന് വഴറ്റി കൊടുക്കാം. അടുത്തതായി നമുക്കിതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നല്ല ജീരകം പൊടിച്ചത് നമ്മളിവിടെ 1/2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൂടെ നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്കിതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. അതായത് നിങ്ങൾക്ക് കാണാം ഇതിൻ്റെ ഗ്രേവിയൊക്കെ ഓൾമോസ്റ്റ് വന്ന് നല്ല തിക്കായിട്ടുണ്ട്. അപ്പോൾ ഇതുപോലെയാണ് നമുക്ക് കിട്ടേണ്ടത്. അപ്പോൾ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇപ്പോൾ നമ്മുടെ ഇത് കറക്റ്റ് റോസ്റ്റിൻ്റെ ആ ഒരു ഷേപ്പിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന നമ്മുടെ കുരുമുളക് പൊടി കൂടി നമുക്കിപ്പോൾ ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ 1/2 ടേബിൾ സ്പൂണാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതുകൂടി നമുക്കിപ്പോൾ ഇതിലേക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. കുരുമുളക് പൊടി ആഡ് ചെയ്തതിന് ശേഷം നമുക്ക് ഒന്നുകൂടെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നിങ്ങൾ കാണാം ഇത് കറക്റ്റ് ആ ഒരു കൺസിസ്റ്റൻസിയിൽ നമുക്ക് കിട്ടിയിട്ടുണ്ട്.
ഇത് ശരിക്കും വൈകിട്ട് നമുക്ക് ഡിന്നറിന് വേണ്ടിയിട്ട് നമ്മുടെ ചപ്പാത്തിയുടെ ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടൊരു റെസിപ്പിയാണ്. നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം തീർച്ചയായിട്ടും. അടുത്തതായി നമുക്ക് ഇതിലേക്ക് നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ലെമൺ ജ്യൂസ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കാം. നമ്മളിവിടെ 1 ടേബിൾ സ്പൂൺ ആണ് എടുത്തിരിക്കുന്നത്. ഈ സ്റ്റെപ്പ് എന്ന് പറയുന്നത് നമ്മൾ ഇതിന് നല്ലൊരു ടേസ്റ്റ് കൊടുക്കുന്ന ഒരു സ്റ്റെപ്പാണ്. അപ്പോൾ എന്നിട്ട് നന്നായിട്ട് നമുക്കൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. അവസാനമായി നമുക്ക് ഇതിലേക്ക് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന മല്ലിയില കൂടെ ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നമ്മുടെ ഇതിന് നല്ലൊരു ഫ്ലേവർ ഒക്കെ കൊടുക്കും. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ലിവർ റോസ്റ്റ് നമ്മളിവിടെ തയ്യാറാക്കിയിരിക്കുകയാണ്. നിങ്ങളെല്ലാവരും തീർച്ചയായിട്ടും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കുക. ഉറപ്പായിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടും. കറക്റ്റായിട്ട് നമ്മളതിൻ്റെ ആ തിക്നെസ്സിൽ നമുക്കിത് കിട്ടിയിട്ടുണ്ട്. അപ്പം ഇത് നമുക്ക് ചപ്പാത്തിയിലൂടെയും പൊറോട്ടയുടെ കൂടെയും ഒക്കെ കഴിക്കാൻ വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ഉറപ്പായിട്ടും നിങ്ങൾക്കിത് ഇഷ്ടപ്പെടും. ഞങ്ങളുടെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ ഞങ്ങളെ കമൻറ്റിലൂടെ അറിയിക്കുക. ആദ്യമായാണ് ഞങ്ങൾ ചാനൽ കാണുന്നതെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോയുമായി കാണുന്നവരെ എല്ലാവർക്കും ഗുഡ് ബൈ.